സ്വർണ്ണമഴയിലേക്ക് വീണ്ടും രാജേട്ടാ റെഡിയാണല്ലോ? റെഡിയായിട്ടിരിക്കണേ, ധൈര്യത്തിരിക്കണേ. അപ്പം ക്യാപ്റ്റൻ രാജേട്ടൻ തന്നെ ആയിരിക്കുമല്ലോ ഇത് വരുന്നത്? രാജേട്ടൻ അപ്പൊ ആരാണ് ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്? നിങ്ങൾ രണ്ടുപേരും. രാജേട്ടൻ 20 ഗ്രാം സ്വർണ്ണമാണ്. 60 സെക്കൻഡേ ഉള്ളൂ. രാജേട്ടൻ നിങ്ങളെ ടെൻഷൻ ഒന്നും വേണ്ട, വളരെ സമാധാനമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമില്ല. അങ്ങനെ 60 സെക്കൻഡേ ഉള്ളൂ കേട്ടോ, ഇഷ്ടം പോലെ സമയമൊന്നുമില്ല. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ ഒന്ന് ഒരുപാട് എന്റെ മനസ്സ് മുഴുവൻ അവിടെയാണ്. നെർവസ് ആക്കരുത്. ഒരെണ്ണടുത്ത് റെഡി ആയിട്ട് കൈ വെച്ചോ. ഒറ്റ എണ്ണേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോ റെഡിയാണല്ലോ? തുടങ്ങാലോ. ഈ വെറും ബോർഡിൽ എത്ര നേരം നോക്കും? ഉത്തരം വന്നിട്ട് നോക്കില്ല കാര്യം. ഓക്കെ, ടീം ബിയുടെ സമയം ഇവിടെ തുടങ്ങുന്നു. അടുത്ത സഹായിക്കണം, നിങ്ങൾ സഹായിക്കണം. രണ്ടിന് അടുത്ത യാഗം. അടുത്ത 30 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. തീർന്നോ? 30 സെക്കൻഡ് കഴിഞ്ഞുകൊണ്ട് ഇനിയുണ്ട് സമയം. എന്തെങ്കിലും മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ. കറക്റ്റായിട്ട് നോക്കാം. ധൃതി വെച്ച് പറഞ്ഞ പോലെ തോന്നി. കൃത്യമാണോ? 30 സെക്കൻഡ് കഴിഞ്ഞു, ഇനി 30 സെക്കൻഡ് ബാക്കിയുണ്ടെന്ന് കറക്റ്റായിട്ട് പറയാ. എനിക്കെന്തോ ഒരു ഉറപ്പില്ല കേട്ടോ. നിങ്ങൾ എല്ലാം കറക്റ്റാണ്, ഒരു സംശയമില്ല. 50 സെക്കൻഡ് കഴിഞ്ഞു. അപ്പൊ അനൗൺസ് ചെയ്യാം അല്ലേ? ആണ്. നെല്ലില് പാടിയിട്ടുണ്ട്. പെലെ കറുത്ത മുത്ത്. സുഹാസിനി ഇന്ദിര എന്ന പടം ഡയറക്ട് ചെയ്തു. സലിൽ ചൗധരി യാഗം പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. ദീപ മേത്ത ഫയർ. ഇപ്പൊ വാട്ടർ നമ്മള് അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ചു. ഓക്കെ ആണ്. നോക്കട്ടെ, എല്ലാം പറഞ്ഞില്ലോ. കൃത്യം അല്ല, ഞങ്ങളുടെ ഭാഗത്ത് പറഞ്ഞു. ഇനി ആൻസർ പറഞ്ഞാൽ മതി. ആൻസർ കറക്റ്റ് ആണ്, വളരെ കറക്റ്റാ. പറയാനൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പൊ പറഞ്ഞോളൂ. ലതാ മങ്കേഷ്കർ കറക്റ്റ് ആണ്. നെല്ല് 1 ഉത്തരം ശരിയാണ്. 2 പെലെ ഹോട്ട് ഷോട്ട് ശരിയാണ്. 3 സുഹാസിനി ഇന്ദിര ശരിയാണ്. 4 സലിൽ ചൗധരി യാഗം സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നു ശരിയാണ്. ദീപ മേത്ത ഫയർ ഡയറക്ട് ചെയ്തിരിക്കുന്നു ശരിയാണ്. അപ്പോ മുഴുവൻ സ്വർണവും കരസ്ഥമാക്കിയിരിക്കുകയാണ്. മുഴുവനും എന്ന് പറഞ്ഞാൽ ഈ റൗണ്ടിനുള്ള മുഴുവനും 20 ഗ്രാം സ്വർണം എടുക്കാം. 5 into 4. ഓപ്പോസിറ്റ് ടീം ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു മത്സരം ഉണ്ടല്ലോ. ശരിയാണല്ലേ? എണ്ണം തെറ്റിപ്പിക്കാൻ കിട്ടി. ഓക്കെ, താങ്ക് യു. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടും അവസാനിച്ചപ്പോ ടീം എ 45 ഗ്രാം സ്വർണം സമാനമായി നേടിയിരിക്കുകയാണ്. ടീം ബി 45 ഗ്രാം സ്വർണം സമാനമായി നേടിയിരിക്കുകയാണ്. പ്രേക്ഷകർ നിരാശപ്പെടരുത്. നിങ്ങൾക്കായുള്ള സ്വർണത്തിന് ഇനിയും അവസരമുണ്ട്. കാത്തിരിക്കുക. നെക്സ്റ്റ് 4th റൗണ്ട്. ഇപ്പോൾ 4ാമത്തെ റൗണ്ടാണ്. കഴിഞ്ഞ 3 റൗണ്ടിലും ജഗദീഷേട്ടനും രാജുവേട്ടനും ഭയങ്കര ബഹളമായിരുന്നു. ഒക്കെ ശരിയാണ്. ആ 3 റൗണ്ടിലും ഞാൻ പോട്ടെ എന്ന് വെച്ച് വിട്ടതാണ്. പക്ഷെ ഈ റൗണ്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് മത്സരിക്കേണ്ടതാണ്. 10 ചോദ്യങ്ങളുണ്ടാവും 2 ടീമിനുമായിട്ടും. 10നും ഉള്ള സമ്മാനം 50 ഗ്രാം സ്വർണമാണ്. അപ്പം ശ്രദ്ധിച്ച് കളിക്കണം. 2 ടീമിൻ്റെയും ക്യാപ്റ്റൻസ് മാത്രം വരിക. ഹലോ, ഗൗരവമായിട്ട് നിൽക്കാൻ പറയും. പിന്നെ എന്തിനാ ചിരിക്കുന്നത്? എന്നെ കണ്ടുപിടിക്കുക. ടെൻഷൻ കൂടിയതിന്റെ ഒരു സീരിയസ്നെസ് ആണ്. 50 ഗ്രാം സ്വർണ്ണമല്ലേ? ആര് പ്രസ് ചെയ്യുന്നു അത് മാത്രമേ ശ്രദ്ധാവൂ, ശബ്ദം വരുള്ളൂ, കേൾക്കത്തുള്ളൂ. അതിൽ തന്നെ കൈ വെച്ചേക്കണം. ഉത്തരം അറിയാമെങ്കിൽ ഉടനെ പ്രസ് ചെയ്യണം. തമാശക്കല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുക. ഇതിനിപ്പോ രാജുവേട്ടനാണ് ഇത് ജയിക്കുന്നെങ്കിൽ എന്തായിരിക്കും ജഗദീഷേട്ടൻ്റെ അഭിപ്രായം? ദീർഘനിശ്വാസം. ഒരു ദീർഘനിശ്വാസം ഏകലരി മാത്രം. അല്ല, രസകരമായിട്ടുള്ള മത്സരമാണ് ഈ വക മത്സരത്തില്. കഴിവും ഭാഗ്യവും എല്ലാം വേണം. അതിൽ ഞാൻ ഒരു ഈശ്വര വിശ്വാസിയാണ്. ആരാണ് ജയിക്കുക എന്നുള്ളത് ഈശ്വരന് വിട്ടുകൊടുക്കുകയാണ്.
ആര് ജയിച്ചാലും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും സന്തോഷമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വിജയിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊരു ആഗ്രഹം എനിക്കുണ്ടാവും. പക്ഷെ എനിക്ക് രണ്ടുപേരും ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ ഒരു മത്സരത്തിൽ. ആ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ മനസ്സിലെ ആഗ്രഹം ജഗദീഷ് ജയിക്കണം. ജഗദീഷ് 2 പെൺമക്കളാണ്, സ്വർണ്ണം ആവശ്യമുണ്ട്. എനിക്ക് നല്ല 2 ആൺപിള്ളേരാണ്. അവർ എവിടെന്നെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പെൺപിള്ളേരെ കൊണ്ടുവരുമ്പോൾ അവർ സ്വർണ്ണം കൊണ്ടുപോകുന്നുള്ളൂ. അതെന്തായിരുന്നാലും അപ്പൊ എനിക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആ പ്രാർത്ഥനയോടുകൂടി നമുക്ക് റൗണ്ടിലേക്ക് കിടക്കാം. ഓക്കെ. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശു നായക. സാധാരണ ഇതിൽ രതീഷേട്ടൻ എല്ലാ വേദിയിലും ഒരു പാട്ട് പാടുന്നതാണ്. ഒരു പാട്ട് ഇതുവരെ ഈ 4 റൗണ്ടായിട്ടും പാട്ടിലേക്കുള്ള ഒരു ബഹളം കഴിഞ്ഞിട്ട് റൗണ്ട് ആയതുകൊണ്ട് ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ. എന്ത് പറയുന്നു ടീം മെമ്പേഴ്സ്? ജയിക്കുന്ന ടീമാണ്. ആ ടീം അത് തന്നെ പറഞ്ഞു. 2 ടീമും ജയിക്കുന്ന ടീം തന്നെയാണെന്ന് ആശംസിക്കുന്നു. പ്രഗത്ഭരാണ്, പ്രാവീണ്യമുള്ളവരാണ്. പറഞ്ഞറിയാം ചേട്ടാ ജഗദീഷ് ജയിക്കട്ടെ, നമ്മൾ യങ്സ്റ്റേഴ്സിൽ ഇനിയും കാലങ്ങളുണ്ടല്ലോ. ശരി, എന്ത് കാര്യം പറഞ്ഞാലും സ്വർണ്ണം മതി. പക്ഷെ ഒരു കാര്യമല്ല, ഒരു ഏരിയയിൽ ജഗദീഷ് സ്കോർ ചെയ്തത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഭക്തി ഗാനം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ട് ഈശ്വരൻ മിക്കവാറും നിൽക്കാൻ ചാൻസ് ഉള്ളത് ഈ ജഗദീഷിന്റെ കൂടെ ആയിരിക്കും. തുടങ്ങാം. ചോദ്യം 1. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി? മാതാ അമൃതാനന്ദമയി. മാതാ അമൃതാനന്ദമയി ശരിയായ ഉത്തരവാണ്. 5 ഗ്രാം സ്വർണം എടുക്കാം. രണ്ടാമത്തെ ചോദ്യം. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ? നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ശരിയായ ഉത്തരവാണ്. എനിക്കറിയായിരുന്നു, പക്ഷേ ലേറ്റ് ആയി. മൂന്നാമത്തെ. ബാലൻ കെ നായർക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത കെ സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രം? ഓപ്പോൾ ശരിയായ ഉത്തരവാണ്. ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം. ഹരിപ്രസാദ് ചൗരസ്യ സംഗീത സംവിധാനം നിർവഹിച്ച മലയാള ചിത്രം? ബസറിന്റെ ആവേശത്തില് ഞാന് എൻ്റെ ഒരു അരവിന്ദൻ സാറ് സംവിധാനം ചെയ്ത പോക്കുവെയിലാണോ? ഉറപ്പിച്ച് പറയണം. പോക്കുവെയിൽ. പോക്കുവെയിൽ ശരിയായ ഉത്തരം. പറയാൻ പാടില്ലേ? ഇതുവരെ പറഞ്ഞില്ല. ശിവ് ഹരി എന്ന പേരില് അവര് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് ഹിന്ദിയില്. ഹരിപ്രസാദ് ചൗരസ്യ. ഉത്തരം ശരിയാണ്. 5 ഗ്രാം സ്വർണം എടുക്കാം. രാജുട്ടാ അവിടെ നിന്നും പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല. അവര് പറഞ്ഞില്ല. അവർ എന്റെ അടുത്ത് ചോദിക്കുന്ന ആരെന്ന്. ഞാനല്ലാതെ ഞാൻ പറഞ്ഞു. ഓക്കെ. 5ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം? വത്തിക്കാൻ. വത്തിക്കാൻ സിറ്റി ശരിയായ ഉത്തരം. 5 ഗ്രാം സ്വർണം എടുക്കാം. മറന്നു അതങ്ങ് എടുത്തേക്ക്. എന്നാലും തരും ഞാൻ, പക്ഷെ ഓർമ്മിച്ച് തന്നെ തരുകയും ചെയ്യും. 5 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി 5 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. 6ാമത്തെ ചോദ്യം. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലന്റെ കഥ, സംഭാഷണം എന്നിവ രചിച്ചതാര്? മുതുകുളം രാഘവൻപിള്ള. മുതുകുളം രാഘവൻപിള്ള ശരിയായ ഉത്തരവാണ്. രാജേട്ട പഠിച്ചിരുന്ന സമയത്ത് നല്ല സ്റ്റുഡന്റ് ആയിരുന്നു? അല്ല, ആ സമയത്തൊക്കെ ഞാൻ വെളിയിൽ സിനിമ കാണാൻ പോകും. അതുകൊണ്ടല്ലേ ഇതൊക്കെ പറയാൻ പറ്റും. ശരിയാ. പക്ഷെ ജയശേട്ടൻ അറിയാം. എനിക്കറിയാമായിരുന്നു. അറിയാമല്ലേ, നല്ല സ്റ്റുഡന്റ് ആയിരുന്നു, നല്ല ലെക്ചററും ആയിരുന്നു എന്നുള്ളത് അറിയാം. അടുത്ത ചോദ്യം. ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ക്വീൻ എലിസബത്തിന്റെ സംവിധായകൻ ആര്? ഹിന്ദി ആക്ടർ കൂടിയായ ശേഖർ കപൂർ. ശേഖർ കപൂർ ശരിയായ ഉത്തരം. എനിക്കറിയാം. 5 ഗ്രാം. തലയിലാണെന്ന് പിന്നെ പറയുന്നത് ശരിക്ക് തന്നെ വെക്കണം. ചോദ്യം. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ജീവിതത്തെ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ? തീക്കടൽ കടഞ്ഞ.
തീക്കടൽ കടഞ്ഞ് തിരുമധുരം ശരിയായ ഉത്തരവാണ്. 5 grams. ഓക്കെ, ഇനി 2 ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഓർമ്മിപ്പിക്കരുത് പ്ലീസ്. വെളിയിൽ നിന്നുണ്ട് ആൾക്കാർ പറയാൻ പാടില്ല. Okay. എനിക്ക് അതിൽ ആ സമയം റെഡി സർ. കണ്ടോ, നിങ്ങൾ പറഞ്ഞെടുത്തോ. നിങ്ങൾ പറഞ്ഞ അവരുടെ സ്നേഹം കണ്ട. അടുത്ത 9ാമത്തെ ചോദ്യം. 2005 വൻ പ്രതിഷേധത്തിനിടയാക്കിയ ലോക വ്യാപാര സമ്മേളനം എവിടെയാണ് നടന്നത്? ഇപ്പൊ പത്രത്തിലുണ്ടായിരുന്ന ഹോങ്കോങ്. ഹോങ്കോങ് ശരിയായ ഉത്തരവാണ്. 5 grams. ഇനി ഒരു ചോദ്യമല്ലേ ഉള്ളൂ. ഒറ്റ ചോദ്യം. ഒന്ന് പ്രാർത്ഥിക്കുക. ടീമിന്റെ ആൾ ക്യാപ്റ്റൻ പാടി കൊണ്ടുപോകുന്നുണ്ടല്ലേ. ആരുടെ പക്ഷത്താണെന്ന് നോക്കാം. കേരളത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം ഈ സംസ്ഥാനത്തിന്റെ ഭാഗമല്ല. എനിക്കും അറിയാം. അയ്യോ ഇപ്പൊ സോറി സാർ. മാഹി. 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 മാഹി ശരിയായ ഉത്തരവാണ്. പോണ്ടിച്ചേരിയുടെ ഭാഗമാണ്, പക്ഷേ കേരളത്തിനകത്താണ്. അകത്താണ്. പക്ഷെ പ്രസ് ചെയ്തപ്പോൾ പക്ഷെ എന്നാലും ആദ്യം ഫസ്റ്റ് ടച്ച് എന്നുള്ളത് ഞാൻ മാഹി എന്ന് വെച്ചാൽ പെട്ടെന്ന് അവിടുത്തെ എക്സൈസ് മാഹി കാര്യങ്ങൾ ആലോചിച്ചു. കേരളത്തിലുള്ള സ്ഥലം എന്നാ ടാക്സ് കൊടുക്കണ്ട, എല്ലാം പോയി. അപ്പോൾ 2 ടീമിനും എത്ര ഗ്രാം സ്വർണം കിട്ടിയെന്നുള്ളതിന് വളരെ ആകാംക്ഷയോടിരിക്കുകയാണ് എത്ര കിട്ടിക്കാണുമെന്നുള്ളത്. അത് പറയുന്നതിന് മുൻപ് ചെറിയൊരു കാത്തിരിപ്പ്.